വീട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന സമയത്ത് ആ വാങ്ങുന്ന ആളുടെ ഏജ് പ്രൂഫ് നോക്കിയിട്ടാണ് ഇത് ഡെലിവർ ചെയ്യാൻ പോകുന്നത്. സർക്കാരിൻ്റെ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ലഹരി വർജനം അല്ലെങ്കിൽ ലഹരിയെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനിടയിൽ മദ്യം കൂടി ഓൺലൈനായിട്ട് ഈസി ആക്സസിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുമല്ലോ. അതിനോടൊരു പ്രതികരണം എന്താണ്? ഇത് നെഗറ്റീവ് ഒരു നെഗറ്റിവിറ്റിയും എനിക്ക് കാണില്ല. കാരണം എല്ലാ സേഫ് ഗാർഡ്സ് വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. സോ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് വീണ്ടും തുടരാൻ പോകുന്നത്. ഇതിനെ കൊണ്ട് കൂടുതൽ ആൾക്കാർ മദ്യപിക്കുമെന്നോ അല്ലെങ്കിൽ കുട്ടികൾ പിന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമെന്നാണോ എന്നെ ഒരു ആശങ്ക കറക്റ്റ് അല്ല. ഈസി ആക്സസിന്റെ കാര്യമല്ല. ഇപ്പോൾ ഈ നമുക്ക് ഇത്രയും ഷോപ്സ് ഉണ്ട്. ഷോപ്പിലേക്ക് പോയി നമുക്ക് വാങ്ങാം. ബാർസ് ഉണ്ട്, 900 ബാർസാണ് നമുക്ക് നാട്ടിലുള്ളത്. അവിടെയും പോയി മദ്യപിക്കുന്നവരുണ്ടല്ലോ. ഇത് ബേസിക്കലി ആവശ്യമുള്ളവർ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്യും, ആവശ്യമില്ലാത്തവർ ചെയ്യില്ല. നമുക്ക് പല കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ സേഫ്റ്റി പിൻ തൊട്ട് കാർ വരെ നമുക്ക് എല്ലാം ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നു. പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങുന്നത്, ഇല്ലാത്ത സാധനം നമ്മൾ വാങ്ങാറില്ല. ഇപ്പോൾ ഇതിന് നമ്മളൊരു മദ്യം വാങ്ങുന്ന ആളെ നമ്മളൊരു കുറ്റക്കാരനാണ്, ഒരു ക്രിമിനലാണ് എന്ന് പറയുന്നത് അത് ശരിയല്ല. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അക്കോർഡിംഗ് ടു ദ ലോ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വരുമാനം കൂടും എന്നുള്ളൊരു ശുപാർശ ബെബ്കോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു, അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ മദ്യവർജനത്തിന് വേണ്ടി ശ്രമിക്കുന്ന സർക്കാർ ഈ ഒരു സമയത്ത് ബെബ്കോയുടെ ശുപാർശ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബേസിക്കലി ഞങ്ങൾ ഇപ്പോൾ ഞാൻ CMD ബെബ്കോയാണ്. എനിക്ക് കോർപ്പറേഷൻ്റെ കാര്യം എനിക്ക് നോക്കണം. അപ്പോൾ ഞാനൊരു പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എല്ലാ പെർസ്പെക്റ്റീവ്സിൽ നോക്കിയിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് തരുമായിരിക്കും. സോ ഞങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു പുതിയ പ്രപ്പോസൽ അല്ല, 3 വർഷങ്ങളായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ലാസ്റ്റ് മന്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ബേസിക്കലി ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ കാരണങ്ങൾ തന്നെയാണ്. വലിയൊരു തിരക്കാണ് നമ്മൾ അനുഭവപ്പെടുന്നത് നമ്മുടെ ഷോപ്സിൽ. പിന്നെ വരുമാനം കൂടും. ഈ തിരക്കിലുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഭാഗമെങ്കിലും വീട്ടിൽ നിന്ന് ഇവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും തിരക്ക് കാണില്ല. കസ്റ്റമർ കൺവീനിയൻസ് കൂടും, പ്ലസ് ഞങ്ങളുടെ റവന്യൂവും